എൻ്റെ പേര് ക്ലെനറ്റ്. വീട് കണ്ണൂരാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുക. ഓക്കെ, പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ എൻ്റെ എല്ലാവരുടെയും പോലെ തന്നെ എൻ്റെ ഒരു കാത്തലിക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പൻ, അമ്മ, ഒരു അനിയത്തിയുണ്ട്. പപ്പയ്ക്ക് ഗൾഫിലായിരുന്നു ജോലി. പപ്പ മസ്കറ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ പപ്പയ്ക്ക് ജീസസ് യൂത്തായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ജീസസ് യൂത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു പപ്പ. അത് കഴിഞ്ഞിട്ട് ഒരു സാഹചര്യത്തിൽ പപ്പയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് തിരിച്ചു വരേണ്ടി വന്നു, നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പം മുതൽ നമ്മുടെ ചെറുതായിട്ട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ചെറുതായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുക. ആ ഒരു സമയത്താണ് എൻ്റെ പ്ലസ് ടു കഴിയുന്നത് 2020 പ്ലസ് ടു കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഞാൻ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും ഈ സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഫാമിലി. ഫിനാൻഷ്യലി നമുക്ക് നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ എപ്പോൾ വേണേലും വാങ്ങിക്കാനോ, പപ്പയോട് പറയുവാണെങ്കിൽ അങ്ങനെ ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരുന്നൊരു സമയത്തു നിന്ന് ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുകൾ ആയിക്കൊണ്ടിരിക്കുക. ആ ഒരു സമയത്താണ് എൻ്റെ എൻട്രൻസ് കോച്ചിങ് നടക്കുന്നത്. എൻട്രൻസ് കോച്ചിങ് കഴിയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കീമിൽ ഒരുമാതിരി നല്ല റാങ്ക് കിട്ടുന്നു. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണം. കമ്പ്യൂട്ടർ സയൻസ് ആണ് എനിക്ക് താല്പര്യം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കേരളത്തിലെ നല്ല കോളേജുകളിൽ തപ്പി ഒന്നാമത്തെ ഓപ്ഷനായിട്ട് CET വെച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ GEC തൃശ്ശൂർ, പിന്നെ TKM, അങ്ങനെ എല്ലാവരും വെക്കുന്ന പോലെ ഒരു ഓർഡറിൽ വെച്ചു. അങ്ങനെ എനിക്ക് CETയിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയെന്ന് ഉള്ള കാര്യമൊക്കെ ആയപ്പോഴേക്കും പപ്പയ്ക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ജീസസ് യൂത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ജീസസ് യൂത്ത് അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് അവിടെ കോളേജിൽ CETയിൽ പരിചയമുള്ള ഒരു ചേട്ടൻ്റെ നമ്പർ ഒപ്പിച്ച് എന്നോട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സോടെ ആണെങ്കിലും വിളിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു, പേര് ക്ലെനറ്റ് എന്നാണ്, CETയിലേക്ക് വരാൻ പോകുക, പപ്പ പറഞ്ഞിട്ട് വിളിക്കുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെട്ടു. അന്ന് ഞാൻ ഉറപ്പിച്ചു ഇനി ആ ചേട്ടനെ കോളേജിൽ നിന്ന് ഞാൻ കാണത്തില്ല എന്ന്. അപ്പം അങ്ങനെ കോളേജിൽ പോകുന്നു. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോകുന്നു. ചേട്ടൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ഹോസ്റ്റലിലേക്ക് വരുമായിരിക്കും. ആ സമയത്തൊന്നും ഞാൻ ഹോസ്റ്റലിൽ കാണത്തില്ല, ഞാൻ കോളേജിലായിരിക്കും. എങ്ങനെയൊക്കെയോ മുങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസമാണ് എൻ്റെ വേറൊരു സീനിയർ ചേട്ടൻ, ഒരു വർഷത്തെ സീനിയർ എന്നെ വിളിക്കുന്നു. ചേട്ടൻ്റെ ഹോസ്റ്റലിലെ റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തി അടുത്ത ജീസസ് യൂത്തിൻ്റെ പ്രെയർ ഗ്യാതറിങ്ങിന് വന്നോണം, അല്ലെ ഞാൻ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. അത് ഒരു മാനസികമായിട്ട് പ്രശ്നമുള്ള ചേട്ടന്മാർ നോക്കുന്ന കുറച്ച് അച്ഛന്മാർ നോക്കുന്ന ക്ലറീഷ്യൻ അച്ഛന്മാർ നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി ശരിക്കും അത് ചെറുതായിട്ടൊരു ടേണിംഗ് പോയിൻ്റാന്ന് പറയാം. അവിടെ ഒത്തിരി സ്നേഹിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കണ്ടു. ആ ഒരു സ്നേഹത്തെ പ്രതിയാണ് ഞാൻ അടുത്ത് കഴിഞ്ഞിട്ടുള്ള ഗ്യാതറിങ്ങിന് പോകുന്നതും. അങ്ങനെ പതിയെ ജീസസ് യൂത്തിൻ്റെ പ്രെയർ ഗ്യാതറിങ്ങിന് ചുമ്മാ എന്താ നടക്കുന്നതെന്ന് അറിയാനും ഒരു രസത്തിനും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലും ഞാൻ പോകുമായിരുന്നു. അങ്ങനെ പോയി ഒരു സമയത്താണ് തിരുവനന്തപുരത്തെ ക്യാമ്പസ് മിനിസ്ട്രി ക്യാമ്പസിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ധ്യാനം നടത്തുന്നു. ധ്യാനത്തിൻ്റെ പേര് നോക്കെന്നായിരുന്നു. നോക്കിന് ഒരു ഡ്രാമ കളിക്കണം, അതിലെന്തോ പിശാചിൻ്റെ റോള് ബാക്കിയുണ്ട്, എന്നോട് വരുന്നു എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ അതിന് ഓക്കെ പറയുന്നു. ആ റോളിന് ഓക്കെ പറഞ്ഞെന്നല്ല, ഞാൻ വരാമെന്ന് പറഞ്ഞ് ഡ്രാമ പ്രാക്ടീസൊക്കെ ചെറുതായിട്ടും തുടങ്ങിയതുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്തോ സാഹചര്യങ്ങൾ കാരണം നിന്നു, ഡ്രാമ നടന്നില്ല. പക്ഷെ ഞാൻ ആ ധ്യാനത്തിന് പാർട്ടിസിപ്പൻ്റായി. അങ്ങനെ ഞാൻ ധ്യാനത്തിന് കൂടി. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു ചേഞ്ചിന് കാരണമാക്കി. എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് ദൈവം ഏതോ ദൂരത്ത് ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പോലും ഭയങ്കര അതിശക്തമായിട്ട് എന്താ പറയുക, എന്നെപ്പറ്റി കെയർ ചെയ്യുമോ, ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അല്ലേ എന്നെയൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം, അങ്ങനെ ഒരു മോഡലായിരുന്നു എനിക്ക്. പക്ഷേ അതിൽ നിന്ന് എനിക്ക് ആ ധ്യാനത്തിൽ നിന്ന് കുറച്ച് ബോധ്യങ്ങളാണ് കിട്ടിയത്. ദൈവം സ്നേഹിക്കുന്നു, ദൈവം എന്നെ പേഴ്സണലി സ്നേഹിക്കുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയും പേഴ്സണലി ഒത്തിരി ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ പറ്റിയൊക്കെ അങ്ങനെ ഒരു ഭയങ്കര സ്നേഹം നിറഞ്ഞൊരു ദൈവത്തെ പറ്റി അങ്ങനെ ഒരു ബോധ്യമാണ് കിട്ടുന്നത്. പിന്നെയുള്ള ഓരോ പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനകളിലും ഇങ്ങനെയായിരുന്നു, ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നത് എന്നെ
എനിക്ക് കാണിച്ചു തരണേ, മനസ്സിലാക്കി തരണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. നേരത്തെ ഞാൻ പോകുമായിരുന്നു, പക്ഷെ അത് നിർബന്ധത്തിൻ്റെ പുറത്തായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ സ്വയം താല്പര്യപ്രകാരം ഞാൻ തന്നെ പോകും എന്നുള്ള തീരുമാനം എടുത്ത് അങ്ങനെ കുർബാനയ്ക്ക് പോയി തുടങ്ങി. പിന്നീട് എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ സമയത്താണ് ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി തരണേ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ലൈഫിൽ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങുന്നത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു തരാൻ തുടങ്ങി. അന്ന് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വന്നു, പപ്പയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് നിർത്തി വന്നു, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നു, സ്ട്രഗിളിങ് ആയിരുന്നു കുറേ കാലത്തേക്ക്. എനിക്ക് എൻ്റെ കീമിൻ്റെ അതായത് എൻട്രൻസിൻ്റെ സ്കോറും കൊണ്ട് CET-യിൽ അഡ്മിഷൻ കിട്ടത്തില്ല. CET-യിൽ അഡ്മിഷൻ കിട്ടത്തില്ല എന്നല്ല, CET-യിൽ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടത്തില്ല. പക്ഷെ എനിക്ക് അഡ്മിഷൻ കിട്ടി. കാരണം അത് ഒരു മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് കിട്ടുന്ന EWS റിസർവേഷൻ കാരണം അഡ്മിഷൻ കിട്ടിയതാണ്. അപ്പോൾ EWS റിസർവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക വർഷം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത്ര രൂപ വരുമാനം ഉണ്ടാകാവുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് അതിനു മുന്നേ അപ്പൻ അവിടുന്ന് ഗൾഫിൽ നിന്ന് നിർത്തിപ്പോരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻകം ഇല്ലാത്തൊരവസ്ഥ കുറേ നാളത്തേക്ക്. കർത്താവ് ഇങ്ങനെ എന്നെ CET-യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഓരോ സമയത്ത്. ഇങ്ങനെ CET-യിലേക്ക് വരുന്നു. CET-യിലേക്ക് വന്നത് കാരണമാണ് ഈശോയോട് ഞാൻ ഇത്ര ഒത്തിരി അടുക്കുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങൾ ഈശോ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് തരുമായിരുന്നു. ഈ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയത് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളരെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. അവിടെ CET-യിൽ പഠിച്ചു, ഇപ്പോൾ എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നു, നല്ലൊരു ജോലി ചെയ്യുന്നു, തിരുവനന്തപുരത്ത് തന്നെയാണ്. അങ്ങനെ വളരെ നല്ല രീതിയിലേക്ക് കർത്താവിനെ കൊണ്ടുപോയി. അപ്പോൾ ഒന്ന് നോക്കി പറയുകയാണെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്നത് കാരണം എന്നല്ല, കർത്താവ് എൻ്റെ ഒരു ജീവിതം വളരെ ഒരു ബുദ്ധിമുട്ടുകളിൽ കൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈശോ അങ്ങനെ എന്നെ പേഴ്സണലി കടത്തിവിട്ട് അതുകൊണ്ടാണ് ഞാനിവിടെ നല്ലൊരു ലൈഫിൽ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി പേരോട് ഈശോയെ പറ്റി പറയാൻ പറ്റുന്നത്. ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒത്തിരി നല്ലൊരു ജീവിതത്തിലേക്ക് കടത്തിവിട്ട സ്നേഹത്തെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിങ്ങൾ ഒത്തിരി ചേർത്ത് പിടിക്കും.